ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് വരാൻ പോകുന്നത് സിനിമയിലെ വലിയൊരു നക്ഷത്രമാണ്. അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളും നിങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ മനസ്സിലൊരു സ്ഥാനം കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളുടെ കഥ, അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ കഥ എല്ലാ ചെറുപ്പക്കാർക്കും വലിയൊരു ഇൻസ്പിറേഷനാണ്. പ്ലീസ് വെൽക്കം നവാസുദ്ദീൻ സിദ്ദിഖി. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ജഡ്ജിയെ ഞാൻ വിളിക്കാൻ പോവുകയാണ്. ജഡ്ജി വളരെ സ്പെഷ്യലാണ്. മുംബൈയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ടെലിവിഷൻ അക്കാദമിയുടെ പ്രസിഡന്റ് അനുരഞ്ജൻ. ഇപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് കുറ്റങ്ങൾ ആരോപിക്കുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ അനുരഞ്ജനോട് അതിനുള്ള അനുവാദം നമുക്ക് ആദ്യം ചോദിക്കാം. അനുവാദം തരുന്നു. ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ നവാസുദ്ദീൻ സിദ്ദിഖിയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ നവാസുദ്ദീൻ സിദ്ദിഖിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളതാണ്. സിദ്ദിഖ് സർ, താങ്കളുടെ പൂർണ്ണ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വളരെ ടാലന്റഡ് ആർട്ടിസ്റ്റാണ്. അഭിനയ മികവുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപാരമായ കഴിവുണ്ട്. ജനങ്ങൾ താങ്കളെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ താങ്കളുടെ ജീവിതപാത നോക്കുകയാണെങ്കിൽ താങ്കൾക്കൊന്നും തന്നെ അറിയില്ല. താങ്കൾ ഗോലി കളിക്കും, അതുപോലെ കാറ്റാടി പറത്തും. അല്ല, ഞാൻ ഗ്രാമത്തിലുണ്ടായിരുന്നപ്പോൾ അവിടെ 1-2 ഗെയിംസേ കളിച്ചിരുന്നുള്ളൂ. അതാണ് ഞങ്ങൾ കളിക്കുക. വളരെ നന്നായിരിക്കും. പിന്നെയാണ് മനസ്സിലായത് അതിനിടയ്ക്ക് ചില ചെറിയ ജോലികളും ചെയ്താൽ നന്നായിരിക്കുമെന്ന്. പിന്നീടാണ് ഞാൻ റിയലൈസ് ചെയ്തത്. ജോലി എന്താണ്? ട്രക്കിന്റെ പുറകിനോടി കരിമ്പ് മോഷ്ടിക്കുന്നതാണ്. അതെ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഈ കരിമ്പ് ട്രക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പുറകെ പോയി കരിമ്പൊക്കെ വലിച്ചെടുക്കുമായിരുന്നു. പിന്നെ കൂടെയുള്ള സുഹൃത്ത് അത് ഓരോന്ന് കളക്ട് ചെയ്ത് ഞങ്ങൾ പങ്കുവയ്ക്കും. പിന്നെ ഒരു പെണ്ണിന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി കാറ്റാടി പറത്തും. കാറ്റാടി വിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഈ പെൺകുട്ടികളൊന്നും പുറത്തു വരില്ല. പിന്നെ ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് ഒരു മുസ്ലിം പെണ്ണാണ്. ഞങ്ങൾ ദൂരെ നിന്ന് കണ്ണുകൊണ്ട് ഇങ്ങനെ വെറുതെ നോക്കും. ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്നും കാറ്റാടി അവളുടെ വീട്ടിൻ്റെ മുകളിലേക്ക് വിടും. അതിലെൻ്റെ പ്രേമവും എഴുതി കാണും. അവിടുന്ന് ഉത്തരം കിട്ടാനായി യാദൃച്ഛികമായി എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ കാറ്റിൻ്റെ ദിശ മാറിപ്പോകും. ഒരു 3-4 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാറ്റ് അതിനുശേഷം ഇങ്ങോട്ട് വരും. അതിനുശേഷം ഞാൻ കാറ്റാടി അവളുടെ വീട്ടിലേക്ക് ഇടും. അവിടുന്ന് എനിക്ക് ഉത്തരം കിട്ടും. ഇതിനെല്ലാമായി ഒരു 5-6 ദിവസം ആകും. എന്നെങ്കിലും താങ്കളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ മകൻ ഹാൻസം ആണ്, എന്തെങ്കിലും ഹീറോ ആവുമെന്ന്? ഞാൻ ആദ്യമായി ഈ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ, ഞാൻ ആക്ടറാകാൻ പോകുന്നു എന്ന കാര്യം പറഞ്ഞപ്പോൾ അടുത്ത ബന്ധുക്കളൊക്കെ എന്തു പറഞ്ഞെന്ന് വെച്ചാൽ, നീ ആദ്യം നിന്റെ മുഖം കണ്ണാടിയിൽ നോക്കണം. സോ ഇങ്ങനെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ തീരുമാനിച്ചു ആക്ടർ തന്നെ ആകണമെന്ന്. നമുക്കൊരു ആർട്ടിസ്റ്റ് ആകാൻ സാധിക്കുമെന്ന് എന്നാണ് മനസ്സിലാക്കിയത്? ഗ്രാജുവേഷന് ശേഷം. ആരെങ്കിലും പറഞ്ഞതാണോ അതോ രാത്രി വല്ല സ്വപ്നവും? ആക്ച്വലി എനിക്കൊരാള് തിയേറ്റർ കാണിച്ചു തന്നു. സോ ആക്ടർ ആൻഡ് ഓഡിയൻസിന്റെ കെമിസ്ട്രി വളരെ പാഷനേറ്റ് ആയിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചാലും ആക്ടർ ആകണമെന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെ എന്റെ എല്ലാ ജോലികളും ഓരോന്നായി കൈവിട്ടു. വെറും ആക്ടിങ്ങിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. അല്ല, സ്വയം നശിപ്പിക്കണമെന്നൊരു പ്ലാനോടുകൂടി തന്നെ ഉണ്ടായിരുന്നു അല്ലേ? കാരണം ആക്ടിംഗ് ക്ലാസ് ചെയ്യുന്ന സമയത്ത് താങ്കൾ വാച്ച്മാൻ്റെ ജോലിയും കൂടി ചെയ്തിരുന്നു. വാച്ച്മാനായിട്ട് മാറി. കാരണം തിയേറ്ററിനും പൈസയൊന്നും കിട്ടില്ല. സോ സൈഡ് ബൈ സൈഡ് സർവൈവലിന് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ ജോലി ചെയ്യും. പിന്നെ റിഹേഴ്സൽ മണ്ഡി ഹൗസിൽ വെച്ചാണ് ഞങ്ങളുടെ എല്ലാ റിഹേഴ്സൽസും നടക്കുക. അപ്പം ഞാൻ ജോലിക്ക് പോയി കാശും ഉണ്ടാക്കി റിഹേഴ്സൽസും അറ്റൻഡ് ചെയ്തു. താങ്കൾ വിജയിച്ചതിന് ശേഷം തിരിച്ച് ഗ്രാമത്തിലേക്ക് പോയ സമയത്ത് അവിടെ ഉള്ളവർ എന്തെങ്കിലും താങ്കളോട് പറഞ്ഞിരുന്നു?
ആഹാ, ഇവൻ നല്ല ജോലിയാണ് ചെയ്തതെന്ന്. തുടക്കത്തിൽ ഞാൻ ചെറിയ ചെറിയ റോൾസ് ചെയ്യുമ്പോൾ, ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ, ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നും. എന്റെ ഗ്രാമത്തിലുള്ളവർ എന്ത് പറയുന്നു വെച്ചാൽ, നീ എല്ലാ പടത്തിലും അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. എടാ, അടി മേടിച്ചിട്ട് ഗ്രാമത്തിലേക്ക് വരുന്നല്ലോ, നാണമില്ല നിനക്കെന്ന് ചോദിക്കും. സോ അപ്പം ഞാനൊന്ന് തീരുമാനിച്ചു, നല്ല റോള് കിട്ടുന്നവരെ നാട്ടിലേക്ക് തിരിച്ചു പോകരുതെന്ന്. അതിൽ ഞാൻ എല്ലാവരും അടിക്കുമായിരുന്നു. ഗാങ്സ് ഓഫ് വാസിപ്പൂർ എന്ന പടം കിട്ടി. അതിനുശേഷം ഗ്രാമത്തിലുള്ളവരെല്ലാവരും പറഞ്ഞു, ഇതാ നോക്ക്, സിംഹത്തിന്റെ കുട്ടിയാ വന്നിരിക്കുന്നതെന്ന്. എന്റെ ഗ്രാമത്തിലെ ജനങ്ങൾ പടങ്ങൾ കാണുന്ന വിധം തന്നെ വേറെയാണ്. എന്ന് വെച്ചാൽ വില്ലനെ അടിക്കുന്നവനാണ് ആക്ടർ എന്ന് വിചാരിക്കും. അപ്പോ അത്ര തന്നെ. താങ്കളുടെ ദൃഷ്ടിയിലും അടിക്കുന്ന ആളാണ് ആക്ടർ. എന്റെ ദൃഷ്ടി അങ്ങനെയല്ല. കാരണം ആക്ച്വലായിട്ട് എന്താ സംഭവിച്ചോന്ന് വെച്ചാ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് വ്യത്യസ്തമായ റോൾ ചെയ്യണമെന്ന്. സോ റോൾസിന് വേണ്ടി ഒരു ഫിക്സഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഞാൻ വിചാരിച്ചു. താങ്കൾ ഏത് രീതിയിലുള്ള റോളുകളാണോ ചെയ്തത് അതിനെപ്പറ്റിയുള്ള ഒരു വലിയ കുറ്റാരോപണം എന്റെ പക്കലുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നവാസുദ്ദീൻ സിദ്ദിഖിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ഹീറോ പല ജോലികളും ചെയ്യേണ്ടി വരും. ഞാൻ മനസ്സിലാക്കിയത് ഇന്റിമേറ്റ് സീൻസ് ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ഹീറോയിനെ കിസ് ചെയ്യുന്ന സീൻ വന്നാൽ താങ്കൾക്ക് പ്രോബ്ലം ആയിരിക്കും. കാരണം ഇങ്ങനെയുള്ള അവസരം കിട്ടാറില്ലല്ലോ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് നവാസുദ്ദീൻ സിദ്ദിഖിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ നവാസുദ്ദീൻ സിദ്ദിഖിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു റിജക്റ്റഡ് പീസാണ് എന്നുള്ളതാണ്. 12 വർഷങ്ങളായി ഫിലിം ഇൻഡസ്ട്രി താങ്കൾക്ക് ശരിയായ റോളൊന്നും തന്നില്ല. ഈ ചെറിയ ചെറിയ 2 minutes 40 second റോളൊക്കെയാണ് കിട്ടിയത്. അതെ. ഈ റിജക്റ്റഡ് പീസ് എങ്ങനെയാണ് സ്വീകാര്യനായത്? ആക്ച്വലി തുടക്കത്തിൽ ഞാൻ ഒരുപാട് റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും റിജക്റ്റ് ആയി. അതായത് ഇൻഡസ്ട്രിയിൽ റോളിന് വേണ്ടി മാത്രമല്ല, എല്ലാത്തിനും തന്നെ. അതായത് ഞാൻ ഒരുപാട് പെണ്ണുങ്ങളുമായി ഫ്രണ്ട്ഷിപ്പ് ആകാൻ ആഗ്രഹിച്ചു. അവിടെയാണ് ഞാൻ ആദ്യമായി റിജക്റ്റ് ആയതെന്ന് പറയാം. ആക്ച്വലി അവിടെ നിന്നാണ് റിജക്ഷൻസ് തുടങ്ങിയത്. അതിനുശേഷം ഞാൻ ഡിസൈഡ് ചെയ്തു, ഈ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഒരിക്കലും ശരിയാവില്ലെന്ന്. ഞാൻ പല സ്ഥലത്തു നിന്നും റിജക്റ്റ് ആയി. ഫിലിമിലും ട്രൈ ചെയ്തു, അവിടെ നിന്നും റിജക്റ്റ് ആയി. സോ അപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഞാനൊരു റിജക്റ്റഡ് പീസാണെന്ന്. സോ ഇപ്പോൾ ഡിപ്രഷൻ, ഇതുവരെയുള്ള സമയത്ത് മനപ്രയാസം ഒരിക്കലും എനിക്ക് വന്നിട്ടില്ല, ഇനിയും വരില്ല. നമുക്ക് കിട്ടിയ ജീവിതത്തിൽ സന്തോഷം നമ്മൾ പൂർണ്ണമായും അന്വേഷിക്കണം. ചെറിയ ചെറിയ റോൾസ് കിട്ടിക്കൊണ്ടിരുന്നു, ഫ്രണ്ട്സിനൊപ്പമായിരുന്നു. അതൊരു നല്ല ലൈഫാണ്. ഞാൻ സന്തോഷവാനാണ്. ഷൂളിൽ വെയിറ്ററിന്റെ ജോലി, ആ റോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വെയിറ്ററിന്റെ ജോലി, അടി വാങ്ങിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം റോളെന്ന് പറഞ്ഞാൽ റോളാണ്. അത് ചെറുതോ വലുതോ, അത് എത്രമാത്രം നമ്മൾ ഓണസ്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ചെറുതോ വലുതോ അതെപ്പോഴും മനസ്സിലുണ്ടാവും. അത് 1 second റോളാണെങ്കിലും ശരി, 1 minute റോളാണെങ്കിലും ശരി. ഐ തിങ്ക് അതാണ് കാരണമെന്ന് വിചാരിക്കുന്നു. സർഫ്രോസ് പടം കണ്ടതിന് ശേഷമാണ് എനിക്ക് ബ്ലാക്ക് ഫ്രൈഡേ പടത്തിൽ കിട്ടിയത്. 3 സീൻസുള്ള റോൾ കിട്ടി. പിന്നെ 6 വർഷം കഴിഞ്ഞു. 6 വർഷത്തിന് ശേഷം 4 സീൻസ് കിട്ടി. ഇങ്ങനെയാണ് സംഭവിച്ചത്. തുടക്കത്തിൽ ഞാൻ ചെറിയ ചെറിയ റോൾസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ജനങ്ങളാണ് കണ്ടിട്ട്. റോൾ. അതെ. സുനിൽ ദത്ത് സാറിനോടൊപ്പം ഒരു റോൾ ചെയ്യാൻ സന്ദർഭം ലഭിച്ചു, ചെറിയ റോൾ ആണെങ്കിൽ കൂടി. അദ്ദേഹം എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, പയ്യൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അവന് കൊക്കക്കോല കൊടുവെന്ന്. സോ ഞാൻ കൊക്കക്കോള കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം സുനിൽ ദത്ത് സാർ തന്നതല്ലേ, അതുകൊണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹമുള്ള മനുഷ്യനാണ്. അദ്ദേഹം സെറ്റിലുള്ളപ്പോൾ തന്നെ നല്ലൊരു മൂഡ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യും. അത് എല്ലാവർക്കും ഇഷ്ടമാണ്. ചെറിയ ചെറിയ റോളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള ലക്ഷ്യം വല്ലതും ഇല്ല, തീർച്ചയായും ഇല്ല. എനിക്ക് ഒരു ഐഡിയയും ഇല്ല. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് വന്നതല്ല പടത്തിൽ വലിയ സ്റ്റാർ ആകണമെന്നൊക്കെ, ഒരു ഹീറോ ആവണമെന്ന്. തുടക്കത്തിൽ എനിക്ക് തോന്നിയത് എൻ്റെ ഈ ഫേസിൻ്റെ കാര്യത്തെക്കുറിച്ച് ആദ്യമേ തന്നെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. പിന്നെ ഞാനൊരു ഓഫീസിൽ ജോലി അന്വേഷിച്ച് പോയാൽ അവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നോട് ചോദിക്കും, ആരാ നിങ്ങളെന്ന് ചോദിക്കും. ഒരു ആക്ടറാണെന്ന് പറയും. അയാള് മേലെ നിന്നും താഴെ വരെ നോക്കിയിട്ട് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് പറയും. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, എനിക്ക് ചെറിയ ചെറിയ റോൾസ് ചെയ്യാൻ പറ്റൂ, വലിയ റോൾസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. താങ്കളെ പറ്റി ഒരു മാഗസീനിൽ എഴുതിയിരുന്നത് ഞാൻ ഇവിടെ വായിക്കാം. അമിതാഭ് ബച്ചൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, നല്ല ശബ്ദം ഉണ്ടായിരുന്നു. ചില സമയത്ത് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയുടെ ലെറ്ററും അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു. ഷാറുഖ് ഖാൻ വന്നു സെയിന്റ് കൊളംബസിൽ നിന്നും. അദ്ദേഹം ഫിറ്റായിരുന്നു, ചാം ആയിരുന്നു. കങ്കണ വന്നിരുന്നു അവരുടെ സൗന്ദര്യം വെച്ചുകൊണ്ട്.
താങ്കളുടെ പക്കൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. എന്റെ അടുത്ത് എന്തുണ്ടായിരുന്നു ഇപ്പൊ ആലോചിക്കും. അതെ, എന്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നെന്ന്. പക്ഷെ താങ്കൾ തന്നെ പറഞ്ഞിരുന്നു ഞാൻ കറുത്ത നിറമുള്ളവനാണ്, കാണാൻ അത്ര സൗന്ദര്യമൊന്നുമില്ല, അതുകൊണ്ടാണോ ഈ ഗുണ്ടയുടെ റോളൊക്കെ താങ്കൾക്ക് നൽകിയത്? ഒരു പക്ഷെ അതും ഒരു റീസൺ ആയിരിക്കും എന്നാ വിചാരിക്കുന്നത്. ഫേസ് കണ്ടിട്ട് ഈ ബോളിവുഡ് ഹീറോസൊക്കെ എങ്ങനെ ഉണ്ടാവും? 6 അടി ഉയരം, വെളുത്ത മുഖം. പക്ഷെ എനിക്ക് ഹീറോ ആകാൻ കഴിഞ്ഞില്ല എന്ന് വിഷമമുണ്ടായിരുന്നു. താങ്ക് ഗോഡ്. പക്ഷെ ഇപ്പോൾ എല്ലാം ഹീറോ പടങ്ങളാണ് ഞാൻ സൈൻ ചെയ്യുന്നത്. താങ്ക് ഗോഡ്. താങ്കൾ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് അഭിനയിച്ച ഗാങ് ഓഫ് വസിപ്പൂർ സിനിമയില് പറയൂ. എങ്ങനെയുള്ള ഹീറോ ആയിരുന്നു? ചെരുപ്പ് ധരിച്ചുകൊണ്ട്, കൈലി എടുത്തുകൊണ്ട്, എപ്പോഴും ചീത്ത വിളിക്കുന്ന, ഷൂട്ട് ചെയ്യുന്ന ഒരു ഹീറോ. അങ്ങനെ തന്നെ ആയിരുന്നു. ഐ തിങ്ക് തുടക്കത്തിൽ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ആദ്യം ലുങ്കിയിൽ നിന്നും തുടങ്ങി. ലൈക്ക് ആ വർഷം തന്നെ വേറെ നല്ല പടങ്ങളും കിട്ടി. അതായത് ടാക്സിഡോ, പാന്റ് ഷർട്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്ക് അതൊരു നല്ല കഥയായിരിക്കുമെന്നാണ് തോന്നിയത്. കാരണം അവർ ഫസ്റ്റ് ടൈമാണ് എന്നെ നല്ല കോസ്റ്റ്യൂമിൽ കണ്ടത്. പിന്നെ എന്റെ മോൻ വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഹീറോ ധാരാളം ജോലി ചെയ്യണം. പക്ഷെ ഞാൻ കേട്ടത് ചിലപ്പോൾ ഹീറോയിനെ കിസ് ചെയ്യേണ്ട വല്ല സീൻ വരികയാണെങ്കിൽ അത് താങ്കൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ്. കാരണം അങ്ങനെയുള്ള അവസരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. സോ ആക്ച്വലി ഞാൻ വളരെ അൺകംഫർട്ടബിൾ ആകും. പക്ഷേ സീൻ ചെയ്യുമ്പം അത് വളരെ നന്നായി വരും. സോഫ്റ്റ് ആയിരുന്നു അങ്ങനെ. ഇത് സത്യമാണോ? ആദ്യമായിട്ട് ഇങ്ങനെയുള്ള സീൻ ചെയ്യുന്ന സമയത്ത് ഹീറോയിൻ താങ്കളോട് ചേട്ടാ, നവാസ് ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ താങ്കൾ ഡയറക്ടറിനോട് പോയി കംപ്ലൈന്റ് ചെയ്തെന്നാണ് കേട്ടത്. സത്യമാണോ? അതെ, ഗാങ്സ് ഓഫ് വാസിപ്പൂരിൽ അതാ സംഭവിച്ചത്. ഹുമ ഖുറേഷി ആയിരുന്നു ഹീറോയിൻ. ഞങ്ങളൊരു റൊമാൻറ്റിക് സീൻ ചെയ്തു. അപ്പോൾ അവരെന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, നവാസ് ചേട്ടാ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇതാ ഇങ്ങനെ. അപ്പൊ ഞാൻ അനുരാഗിനോട് പറഞ്ഞു, അനുരാഗ് കശ്യപിനോട്, എന്താ ഇവള് ചേട്ടാന്ന് വിളിക്കുന്നത്, ഞാൻ എങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് അഭിനയിക്കുന്നത്? പിന്നെ ഹീറോ ആണെങ്കിൽ ഡാൻസും കളിക്കണം. ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ പേടിയാണെന്നാണ്. അതെ, ഡാൻസ് എനിക്ക് അത്ര നന്നായി വരില്ല. ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാ. കാരണം തുടക്കം മുതൽ ഞാൻ അത്രയൊന്നും ഡാൻസ് കളിച്ചിട്ടില്ല. അതുകൊണ്ട് ഡാൻസിന്റെ കാര്യത്തിൽ മെന്റൽ ബ്ലോക്കേജ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെങ്ങനെയാ ഹീറോ ആകുന്നത്? ഇപ്പോഴൊക്കെ താങ്ക് ഗോഡ്, ഇപ്പൊക്കെ പടങ്ങൾ മാറുന്നു, കഥകളും മാറുന്നു. ഡാൻസ് പടങ്ങൾ അധികം ഓടുന്നില്ല, കണ്ടന്റ് ഉള്ള പടങ്ങളാണ് ഓടുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. സോ ഇപ്പോൾ താങ്കൾക്ക് നന്നായിട്ട് പോകുന്നുണ്ട്, വലിയൊരു ആർട്ടിസ്റ്റ് ആയിരിക്കുകയാണ്, നല്ല പോപ്പുലാരിറ്റിയും കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ആ കാറ്റാടി പെണ്ണ് എന്തായി? ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഒരിക്കൽ ഫോൺ ചെയ്ത് പറഞ്ഞു, ഒന്ന് അന്വേഷിച്ചിട്ട് വാടാന്ന്. ആ പെണ്ണ് എവിടെയാണുള്ളത്, എൻ്റെ പടങ്ങളൊക്കെ ഒന്ന് കാണാൻ പറയൂ, ടി വിയിൽ പ്രോഗ്രാം വരും, അതൊക്കെ ഒന്ന് കാണാൻ പറ. അപ്പോ അവൻ പറഞ്ഞു അവളുടെ കല്യാണം കഴിഞ്ഞെന്ന്. നല്ല 6 അടി പൊക്കമുള്ള മനുഷ്യൻ, അവളുടെ ഭർത്താവിന് ഇത്ര നീണ്ട താടിയുണ്ട്, നല്ല ബോഡി ബിൽഡർ ആണെന്ന്. അവള് TV സീരിയൽസ് ഒന്നും കാണാൻ സമ്മതിക്കില്ല, പിന്നെ നിന്റെ പടം എങ്ങനെയാ കാണാന്ന്. ഇപ്പോ അവൾക്കൊരു 6-7 കുട്ടികളുണ്ട് അത്രേ. ഒരുപക്ഷെ അവരിന്ന് ആപ്കി അദാലത്തിന്റെ ഈ ഷോ കാണുകയാണെങ്കിൽ താങ്കൾ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തായി പറയുക? എന്ത് മെസ്സേജാ കൊടുക്ക? ഞാൻ ആക്ച്വലി താങ്ക്സ് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവർ കാരണമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്, ആക്ടിംഗ് ഫീൽഡിലേക്ക്. നന്ദി. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചോദിക്കൂ. ഒരുപക്ഷെ സക്സസിനെ പറ്റി പറയണമെങ്കിൽ രജത് സാറുണ്ട്, നരേന്ദ്രമോദിയുണ്ട്, മഹേന്ദ്ര സിംഗ് ധോണിയുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ ആഡ് ചെയ്യാൻ പോകുന്നത് നവാസുദ്ദീൻ സിദ്ദിഖിയുടെ പേര് കൂടിയാണ്. സാർ, നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും പാഷനേറ്റ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നത്? ഇപ്പോഴൊക്കെ 2 മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവർ ജോലി തന്നെ ഉപേക്ഷിക്കും. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് സാർ 12 വർഷം ക്ഷമയോടെ ഇരുന്നത്? ഇതിനുവേണ്ടി ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്, ഇതിനുവേണ്ടി ഞാൻ ഒരുപാട് വർഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. സോ എൻ്റെ അടുത്ത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതേ ചെയ്തേ പറ്റൂ. അല്ല നമ്മൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാം. ആ സമയത്ത് എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ ഡൈവേർട്ട് ആയി പോയേനെ.
കാരണം ഞാൻ വേറൊരു ഓപ്ഷനും കൊടുത്തിട്ടില്ലായിരുന്നു. ആക്ടിംഗ് ആണെങ്കിൽ ആക്ടിംഗ് തന്നെ ചെയ്യണം. അതിപ്പോ 25 വർഷങ്ങളായാലും ശരി, 50 വർഷമായാലും ശരി. താങ്കൾ എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അതായത് തിരിച്ച് ഗ്രാമത്തിലേക്ക് പോകണം, വീണ്ടും കൃഷി ചെയ്യേണ്ടി വരുമെന്ന്? അങ്ങനെ ഒരുപാട് തവണ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. സർവൈവൽ പോലും വളരെ കഷ്ടമായിരുന്നു. ഞാൻ വീണ്ടും ഗ്രാമത്തിലേക്ക് പോയ ജനങ്ങൾ എന്നോട് അങ്ങനെ തന്നെ സംസാരിക്കുമായിരുന്നുള്ളൂ. നീ നിന്റെ മുഖം കണ്ണാടിയിൽ നോക്ക്, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് പറയും. അത് ആലോചിക്കുമ്പോൾ എനിക്ക് നാണക്കേടായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയില്ല. പലരും എന്നോട് ഡിമാൻഡ് ചെയ്തിരുന്നു. അതായത് താങ്കളുടെ ആദ്യ സിനിമ ഹിറ്റായിരുന്നു ഗാങ് ഓഫ് വസീപൂർ. ആ സിനിമയിലെ ഒരു ഡയലോഗ് ഇവിടെ പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിലൊരു ഫേമസ് ആയ ഡയലോഗ് ഉണ്ടായിരുന്നു. बाप का, दादा का, भाई का, सबका बदला लेकर तेरे पर। പിന്നെ അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കഞ്ചാവ് വലിക്കായിരുന്നു. ഞാൻ അവനെ നോക്കുമ്പോൾ അവൻ അങ്ങനെ എന്നെ നോക്കും. പിന്നെ എന്നോട് ചോദിക്കും, നീ എന്താ നോക്കുന്നതെന്ന്. क्योंकि हम तो सोचे थे संजीव कुमार के घर में बच्चन पैदा हुए हैं, लेकिन जब आंखें खुली तो देखा साला हम तो शशि कपूर है, बच्चन तो कोई और है। അപ്പോൾ അവനെ അങ്ങനെ കട്ട് ചെയ്യും. എന്ത് ചെയ്യാൻ, അത് പടവല്ല. നവാസ് സർ, താങ്കൾ ധാരാളം വിജയങ്ങൾ നേടിയിരിക്കുകയാണ്. ഇനിയും ധാരാളം വിജയങ്ങൾ നേടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ചോദിക്കാൻ ഇനിയും പല ചോദ്യങ്ങളും ബാക്കിയുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നവാസുദ്ദീൻ സിദ്ദിഖിനോട് പല ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാനുണ്ട്. पैदा तो मैं भी शरीफ हुआ था, पर शराफत से अपनी कभी नहीं बनी। जरा हम भी तो देखें कि हमसे बड़ा शैतान कौन पैदा हुआ। വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി പ്രസിദ്ധനായ ഫിലിം സ്റ്റാർ നവാസുദ്ദീൻ സിദ്ദിഖി. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ നവാസുദ്ദീൻ സിദ്ദിഖിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഇറസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ വലിയ വലിയ ആക്ട്രസിനെ ശ്രദ്ധിക്കാറേയല്ല. ഒരു ആക്ട്രസ് ചിത്രാംഗത സിനിമയുടെ പകുതിയിൽ വെച്ച് അവർ പുറത്തുപോയി. അതെ, സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സിനിമയുടെ പകുതിയിൽ വെച്ച് അവർ പുറത്തു. താങ്കൾ അങ്ങനെ എന്താ ചെയ്തത്? പകുതി ഷൂട്ടിങ്ങിൽ ഓടിപ്പോവാൻ. ആക്ച്വലി അവർ ഈ പടത്തിലുണ്ടായിരുന്നു. ബാബ മോശായി ബന്ദിക് ബാഷ്, അവർ ഹീറോയിനായിരുന്നു. ഡയറക്ടർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിനകത്ത് കുറെ കിസ്സിങ് സീൻസ് ഒക്കെ വേണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ കൂടുതലാണ്, ഇപ്പൊ തന്നെ ഒരുപാട് കിസ്സിങ് സീൻസ് ഉണ്ടെന്ന്. സോ അവർ പോയി. താങ്കൾ കാരണം? മേ ബി ഞാനായിരിക്കാം, കാരണം ഞാനല്ല അതിൽ ഹീറോ. ഞാൻ വായിച്ചിരുന്നു അവർ പറഞ്ഞതായി ഇങ്ങനെ മുഖമുള്ള ഒരാളുടെ കൂടെ എങ്ങനെ കിസ്സിംഗ് സീനൊക്കെ ആക്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഒരുപക്ഷെ അവർക്ക് അങ്ങനെ തോന്നിയിരിക്കാം. ഇതിൽ കയ്യടിക്കാൻ മാത്രം എന്താ ഉള്ളത്? സൽമാൻ ഖാനോടൊപ്പം നിങ്ങൾ പടം ചെയ്യുന്ന പറയൂ. സമയത്ത് 2 സിനിമ ചെയ്യാനുള്ള സന്ദർഭം ലഭിച്ചിരുന്നു. ഒരു സിനിമയിൽ താങ്കൾക്ക് സൽമാനോട് ഡയലോഗ് പറയാനുള്ള സന്ദർഭം ലഭിച്ചു. ആ സീനിൽ താങ്കൾ പറയുന്നുണ്ട്, സൽമാൻ ബുർഖ ധരിച്ചപ്പോൾ നീ എന്താ വീണ്ടും ബുർഖ ധരിച്ചോ? അതെ, അങ്ങനെ തന്നെ. സൽമാന് ബുർഖ ധരിക്കാൻ സഹായിച്ചു, പക്ഷെ അദ്ദേഹം ഷർട്ട് ഊരി കളഞ്ഞു. ആക്ച്വലി സീന്റെ ഡിമാൻഡ് അങ്ങനെയായിരുന്നു, അദ്ദേഹം ബുർഗ ധരിക്കണം. പക്ഷെ ചില സമയത്ത് അദ്ദേഹം ഇറിറ്റേറ്റ് ആവും. ഇടക്കിടക്ക് ആ ബുർഗയൊക്കെ വലിച്ചു കളഞ്ഞ് മതി പോന്ന് പറയും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് പഞ്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെതായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ഞാൻ സംസാരിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. താങ്കൾക്ക് ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ? അതെ, അങ്ങനെയുള്ള ഡയലോഗ്സ് അദ്ദേഹം പറഞ്ഞത്. ആക്ച്വലി അത് എന്റെ ഡയലോഗ് ആയിരുന്നില്ല. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഇത് നീ സംസാരിക്കുമെന്ന്. ढक अपना ये नकाब वकाब जो है क्या, थोड़ा अच्छे से चलो। അങ്ങനെയല്ലേ? हाँ, नज़ाकत के साथ चलो एक्चुअली। സ്റ്റൈലിഷായി നടക്ക് എന്നൊക്കെ. പിന്നെ റേസിൽ ഷാരൂഖ് ഖാനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യസ്തത തോന്നിയോ? അദ്ദേഹം തിയേറ്ററിൽ നിന്ന് വന്നതുകൊണ്ട്, അദ്ദേഹം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു 5-6 വേർഷൻ സീൻസ് കയ്യിലുണ്ടാകും. അപ്പോൾ രണ്ടുപേർക്കും അത് അങ്ങനെ തോന്നും, ഇത് വ്യത്യസ്തമായി എങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് എല്ലാം സ്പോട്ടിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, അതായത് സൽമാൻ ഖാൻ സിനിമ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ സിനിമ ചെയ്യുന്ന സമയത്തോ അവർ മറ്റുള്ള ആർട്ടിസ്റ്റുകളെ ഡോമിനേറ്റ് ചെയ്യുമെന്ന്, മറ്റുള്ളവർക്ക് അവരുടെ ടാലന്റ് കാട്ടാനുള്ള സന്ദർഭം കൊടുക്കാറില്ലെന്ന്. ഇല്ല, ഐ തിങ്ക് ഇത്
ഇത് എവിടെങ്കിലും സംഭവിച്ചിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. റൈസൽ ആക്ച്വലി ഷാരൂഖ് ഖാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ക്യാരക്ടറും അതിന്റെ സ്ട്രക്ചറും ആക്ച്വലി വളരെ വലുതാണെന്ന്. അതിന് പ്രോപ്പറായിട്ടുള്ള റെസ്പെക്ട് ഞാൻ എപ്പോഴും നൽകുന്നു പറഞ്ഞു. അങ്ങനെയായിരുന്നു അദ്ദേഹം. പിന്നെ അമീർ ഖാൻ? അദ്ദേഹത്തിനൊപ്പം ഞാൻ അദ്ദേഹത്തിന്റെ തലാഷ് എന്ന സിനിമ ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ഓൺ പ്രൊഡക്ഷൻ ആയിരുന്നു. സോ അദ്ദേഹത്തിന്റെ പടത്തിൽ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ടാവും, ഷോട്ട്സ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും, നന്നായി ചെയ്യും. പിന്നെ ഞാൻ അറിഞ്ഞത് ശ്രീദേവി താങ്കൾക്ക് വളരെയധികം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് മോം സിനിമയിൽ സൈൻ ചെയ്യുന്നതെന്നാണ്. അതെ, അവരെ വളരെ ഇഷ്ടമാണ്. പക്ഷെ വളരെ ലേറ്റായിട്ടാണ് സന്ദർഭം കിട്ടിയത്. ഞാൻ അവരുടെ പടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവരെങ്ങനെയുള്ള ആക്ട്രസ് ആണെന്ന് വെച്ചാൽ അവർ എല്ലാവിധ വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. കമേഴ്ഷ്യൽ പടങ്ങളും ചെയ്തിട്ടുണ്ട്, ഡാൻസിലും പെർഫെക്റ്റ് ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം സദ്മ പോലുള്ള പടങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നല്ല അടിപൊളി പെർഫോമൻസ് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ പെർഫോമൻസിൽ ചെറിയ ചെറിയ ബ്യൂട്ടി ഉണ്ടായിരിക്കും, അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഒപ്പം ഒരു പടം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. താങ്കൾ തുടക്കത്തിൽ സിനിമ ചെയ്യുന്ന സമയത്ത്, കുറച്ച് സഫർ ചെയ്യുന്ന സമയത്ത് താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിൽ താങ്കൾ പറയുന്നത്, ഒരുപക്ഷേ എനിക്ക് കാശ് ആവശ്യമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഗ്രാമത്തിൽ ഒരു ഷുഗർ മില്ല് ആരംഭിച്ചേനെയും എനിക്ക് പണം പ്രധാനമല്ലെന്ന്. അതെ, എനിക്ക് കാശ് പ്രധാനമല്ല. എനിക്ക് കാശ് പ്രധാനമായി തോന്നിയിട്ടില്ല. എല്ലാവരും വിചാരിക്കുന്നത് ലൈഫിൽ കാശാണ് പ്രധാനമെന്ന്. അതായത് കാശ് നമ്മുടെ പുറകെ വരുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും ലൈഫ് ചെയ്യണം, അതാണ് നമ്മുടെ ലൈഫിന്റെ പക്ഷേ വിജയം. ഇപ്പോൾ താങ്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഹയസ്റ്റ് പെയ്ഡ് ആർട്ടിസ്റ്റ് ആകാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. ഞാൻ അതായത് ഹയസ്റ്റ് പെയ്ഡ് ആക്ടർ, എല്ലാവരും അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്, കൂടുതൽ പേയ്മെന്റ് മേടിക്കുന്ന ആളെന്ന്. ഞാൻ എന്റെ പേയ്മെന്റ് തീരുമാനിച്ചിട്ടുള്ള താങ്ക്സ് ടു ഫിലിം ഇൻഡസ്ട്രി. ഫിലിം ഇൻഡസ്ട്രിയാണ് എന്റെ പേയ്മെന്റ് തീരുമാനിച്ചത്, അല്ലാതെ ഞാനല്ല. പിന്നെ കുറച്ച് അറഗൻസ് വന്നു. ഇപ്പോഴോ? ഇല്ല, അരഗൻസ് ഒന്നുമില്ല. ഇതാ നോക്ക്, താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിൽ താങ്കൾ പറയുന്നത്, ഒരുപക്ഷെ ഞാൻ ഹോളിവുഡിൽ പോവുകയാണെങ്കിൽ അവിടെയുള്ള സ്റ്റാർസിനെയൊക്കെ ഒരു വഴിയാക്കുമെന്ന്. ഐ തിങ്ക് ഞാൻ അത് പറഞ്ഞത് ഈ ഒരു അർത്ഥത്തിലായിരിക്കും. അതായത് എൻ്റെ കയ്യിൽ ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ ഞാൻ ഹോളിവുഡ് പടം ചെയ്താൽ പിന്നെ എൻ്റെ കയ്യിൽ യു ആർ ദ ബിഗ് അങ്ങനെ ആകും. അതെന്താണെന്നറിയില്ല. നമ്മുടെ പടങ്ങളിൽ കുറച്ച് അധികം പ്രൗഡ് ഫീലിംഗ് ഉണ്ടാകും. പിന്നെ പവർഫുൾ കൺട്രീസ് കാണുമ്പോൾ നമുക്കുള്ളിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകും, അവരുടെ പടങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ. നമ്മുടെ പടങ്ങൾ അത്രമാത്രം ഇല്ലല്ലോ എന്ന്. പക്ഷെ ഇപ്പോൾ നമ്മുടെ പടങ്ങൾ പ്രൗഡായി ഫീൽ ചെയ്യാൻ മാത്രം ഉണ്ട്. ഐ തിങ്ക് വേൾഡ് തന്നെ നമ്മൾ ഒരുപാട് പടങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ പടത്തിലെ കണ്ടന്റാണ് പ്രധാനമായിട്ടുള്ളത്. ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം, എല്ലാവരും ഞാൻ ഹോളിവുഡ് പടം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് ആ കോംപ്ലക്സ് എന്തുകൊണ്ടാണ് ഉള്ളതെന്ന് അറിയില്ല. ബട്ട് ഐ തിങ്ക് നമ്മൾ നല്ല പടങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. നല്ല കാര്യം തന്നെ. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? അതാ അവിടെ. സാർ, ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സാർ, നിങ്ങൾ കിക്ക് മൂവിയിൽ ചിരിച്ചതുപോലെ ഞങ്ങളുടെ മുന്നിൽ ഒന്ന് ചിരിച്ചു കാണിക്കാമോ സാർ? അത് ആക്ച്വലി ഡയലോഗിനൊപ്പം ഉള്ളതുകൊണ്ട് ഡയലോഗ് ഞാൻ പറയാം. അത് पैदा तो मैं भी शरीफ हुआ था, पर शराफत से अपनी कभी नहीं बनी. जरा हम भी तो देखें कि हमसे बड़ा शैतान कौन पैदा हुआ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നവാസുദ്ദീൻ സിദ്ദീഖിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. कराची से अंदरून मुल्क के लोग अपने लोगों से मिलने के लिए जा रहे हैं. कैमरामैन कामिल यूसुफ के साथ चांद नवाब. हे भड़वा देखो तो क्या कर. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നവാസുദ്ദീൻ സിദ്ദീഖിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ നവാസുദ്ദീൻ സിദ്ദീഖിന്റെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം കോൺട്രവേഴ്സിയൽ ആളാണ് എന്നുള്ളതാണ്. താങ്കൾ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിലൊക്കെ പോയി കുടുങ്ങാറുണ്ട്. താങ്കളുടെ മകന്റെ കൃഷ്ണന്റെ വേഷത്തിലുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ചിലരെന്താ പറയുന്നത് വെച്ചാൽ ഇത് ഇസ്ലാമിനെതിരായിട്ടുള്ളതാണ്, ഇത് അനുവദിക്കാൻ പാടില്ലെന്നാണ്. എനിക്ക് ഇത് മാത്രമേ അറിയൂ. എൻ്റെ മകൻ ആദ്യമായി പെർഫോം ചെയ്തു സ്കൂളിൽ. ആസ് എ ഫാദർ എല്ലാവർക്കും പോലെ തന്നെ എനിക്കും. അവൻ കണ്ണന്റെ റോൾ ചെയ്തു. അത് ഞാനെടുത്ത് പോസ്റ്റ് ചെയ്തു. ഒരുപാട് ലൈക്സ് കിട്ടി. ഇതിൽ തെറ്റായ കാര്യമൊന്നും ഉള്ളതായി എനിക്ക് തോന്നിയില്ല. താങ്കൾ തന്നെ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുകയാണ്. സോണു നിഗം അസാനെ കുറിച്ച് പറഞ്ഞിരുന്നു, അസാൻ വരുമ്പോൾ എനിക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണെന്ന്. സോ അപ്പോൾ താങ്കൾ
ഒരു മെസ്സേജ് ട്വീറ്റ് ചെയ്തിരുന്നു. അത് സോണു നിഗത്തിനെതിരായിട്ടുള്ളതുപോലെ ഫീൽ അല്ലല്ല, ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തിനെതിരായി ഒരിക്കലുമില്ല. അഫ്കോഴ്സ് ഞാൻ എല്ലാ മതങ്ങളും ബഹുമാനിക്കുന്നു, റെസ്പെക്റ്റും നൽകുന്നു. പക്ഷേ എന്റെ സ്വന്തം ഐഡന്റിറ്റി എന്ന് നോക്കിയാൽ ഞാനൊരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പ്രൗഡായി ഫീൽ ചെയ്യുന്നു. ഞാനൊരു ആക്ടറാണ്. അതുകൊണ്ടാണ്, ആ കാരണം കൊണ്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. പക്ഷെ രാജ്യത്തിന്റെ സാഹചര്യം ഉണ്ടല്ലോ, അതിൽ ഇതുപോലത്തെ പല ചോദ്യങ്ങളും വരും. ഇല്ല, ഇതിൽ ഞാൻ ആരെയും തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, എല്ലാ മതങ്ങളെയും ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ മണ്ടു എന്ന പേരുള്ള ഒരു പടം ചെയ്യുകയായിരുന്നു. അതിന്റെ മെന്റാലിറ്റി ഞാൻ ആ ട്വീറ്റിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തു. അത് അങ്ങനെയാ ഉണ്ടായിരുന്നത്. അതിരിക്കട്ടെ, മണ്ടു സിനിമയുടെ സാഹചര്യം എന്താണ്? മണ്ടു സിനിമയിൽ ഒരു സ്പീച്ചുണ്ട്. അത് ജോഗേശ്വരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച്, ബോംബെയിൽ, അവിടെ ഒരു കോളേജ് ഉണ്ട്. അവിടെയാണ് സ്പീച്ച് നൽകുന്നത്. അദ്ദേഹത്തിന്റെ സ്പീച്ച് എന്തായിരുന്നു എന്ന് വെച്ചാൽ, हिंदुस्तान जिंदाबाद, पाकिस्तान जिंदाबाद, इन चीखते चिल्लाते नारों के बीच कई सवाल थे. मैं किसे अपना मुल्क कहूँ, लोग धड़ा धड़ के मर रहे थे. इन सब सवालों के मुख्तलिफ जवाब थे. एक हिंदुस्तानी जवाब, एक पाकिस्तानी जवाब, एक हिंदू जवाब, एक मुसलमान जवाब. कोई इसे 1857 के खंडर में ढूंढता है, तो कोई ईस्ट इंडिया कंपनी को जिम्मेदार ठहराता है, और कुछ ऐसे भी हैं जो इसे मुगलिया हुकूमत के मलबे में टटोलने की कोशिश करते हैं. सब पीछे देख रहे हैं, लेकिन आज के कातिल लहू और लोहे से तारीख लिखते जा रहे हैं. ये मजमून सुनाते सुनाते मैं आप सबसे मार खा लूँगा और उफ तक नहीं करूँगा, लेकिन हिंदू मुस्लिम फसाद में अगर कोई मेरा सर फोड़ दे तो मेरे खून की हर बूंद रोती रहेगी. मैं आर्टिस्ट हूँ, ओझ से जख्म और भद्दे घाव मुझे पसंद नहीं. ഒരു ആർട്ടിസ്റ്റായി ഇരിക്കുന്നത് കൊണ്ട് നോക്കൂ, ഒരു മനുഷ്യൻ എന്ത് ജോലി ചെയ്യുന്നു അവന്റെ ഐഡന്റിറ്റി നോക്കിയാൽ അതാണ്. അതിലൊരു താങ്കൾ സംശയം. താങ്കളുടെ ആക്ടിങ്ങും ഒപ്പം ചെയ്യുന്ന പ്രവർത്തികൾ മൂലം പ്രസിദ്ധനാകാൻ തീർച്ചയായും. നോക്കുകയാണ്. പക്ഷെ അത് നടന്നില്ല. ആ സമയത്ത് താങ്കൾ ഗ്രാമത്തിൽ രാംലീല ചെയ്യാൻ വേണ്ടി പോയി. പക്ഷെ അവർ ആ റോൾ ചെയ്യാൻ അനുവദിച്ചില്ല. പക്ഷെ അത് ഒരാൾ മാത്രമാണ്. പക്ഷെ 99% ജനങ്ങൾ ഞാൻ അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അവിടെയുള്ള എല്ലാ ജനങ്ങളും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഇത് കുറച്ച് വിചിത്രമായിട്ടില്ലേ, ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ഗ്രാമത്തിൽ പോയി രാംലീല ചെയ്യാൻ? കാരണം എനിക്ക് അതായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറുപ്പം മുതലേ രാംലീല കണ്ടാണ് വളർന്നത്. ഞാൻ ആക്ടർ ആകാനും അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ രാത്രി 2 മണിവരെ രാംലീല കളിക്കുമ്പോൾ ഞങ്ങളത് കണ്ടിട്ട് ലേറ്റായാണ് വരാറ്. എന്റെ പിതാവ് എന്താ ലേറ്റായതെന്ന് ചോദിക്കാറില്ല. അദ്ദേഹത്തിന് അറിയാൻ ഞങ്ങൾ നല്ലതാ കണ്ടിട്ട് വരുന്നത്. രാംലീലയിൽ വളരെ നല്ല കാര്യങ്ങളാണ് ഉള്ളത്. നമ്മുടെ സംസ്കാരത്തെ പറ്റി പറയും, കലയെക്കുറിച്ചും സമ്പ്രദായങ്ങളെക്കുറിച്ചും പറയും. ഇതുപോലുള്ള നല്ല കാര്യങ്ങളാണ് രാംലീലയിൽ പറയുക. പക്ഷേ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് വരുമ്പോൾ അതിൽ വലിയ കോൺട്രവേഴ്സി വരാറുണ്ട്. അതുപോലെ കറുപ്പിലും വെളുപ്പിലും കോൺട്രവേഴ്സി വരാറുണ്ട്. താങ്കൾ ട്വീറ്റ് ചെയ്തു, എന്നെ കറുപ്പായ വ്യക്തി എന്ന് പറഞ്ഞതിൽ സന്തോഷം, വെളുത്ത നിറമുള്ളവർക്ക് ഒരിക്കലും എന്നെ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും താങ്കൾ പറഞ്ഞിരുന്നു. അത് ഒരു ന്യൂസ് ചാനലിൽ ഞങ്ങളുടെ പടത്തിന്റെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറുണ്ട്. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോ അദ്ദേഹം അത് എങ്ങനെ വേറെ മാതിരി പറഞ്ഞിരിക്കുന്നതെന്ന്. അതിന് ഞാൻ ഉത്തരം പറഞ്ഞു. അദ്ദേഹം എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, നവാസിന് ഓപ്പോസിറ്റായി നല്ല ഫെയർ ആയിരിക്കുന്നവരെ കാസ്റ്റ് ചെയ്യുന്നത് പ്രയാസമാണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഡാർക്ക്, പിന്നെ നോട്ട് എ ഗുഡ് ലുക്കിംഗ് ഗായ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഉത്തരം. പക്ഷെ താങ്കളുടെ ഒരു ട്വീറ്റ് ഞാൻ കണ്ടിരുന്നു. അതിൽ ഡാർക്ക് ഇൻ ഡിമാൻഡ് ഇൻ കൊൽക്കത്ത, ഡാർക്ക് ഇൻ ഡിമാൻഡ് ഇൻ പൂനെ. അതെ, എനിക്ക് ഈ കാര്യത്തിൽ ആദ്യം കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് പൂർണ്ണമായും കോൺഫിഡൻസ് ഉണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കും. താങ്കൾക്ക് തന്നെ അറിയാം, വലിയ ആർട്ടിസ്റ്റ് മെഹ്മൂദ് സർ പാടിയിട്ടുണ്ട്, काले हैं तो क्या हुआ दिलवाले हैं हम तेरे 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 चाहने वाले हैं. बिल्कुल. താങ്കൾക്കും അങ്ങനെയാണോ തോന്നുന്നത്, കറുപ്പായ എന്താണെന്ന്? ഇത് എനിക്ക് നന്നായിരിക്കുമെന്ന് തോന്നിയത്, ഞാൻ വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെ ജനങ്ങൾ ഞങ്ങളെ കണ്ടിട്ട് ഹാൻസം ആണെന്ന് വിചാരിക്കും. പക്ഷെ അവിടെ ഡസ്കി കളർ നല്ലതാണെന്ന് അവർ വിചാരിക്കും. പക്ഷെ ഇവിടെ ഞങ്ങളെ കുറച്ച് സഹിക്കേണ്ടതായി വരും. പക്ഷെ ഇപ്പോൾ താങ്കൾക്ക് ജനങ്ങളുടെ ആദരവുണ്ട്, അവരുടെ സപ്പോർട്ട് വളരെ കൂടുതലാണ്. ഇപ്പോൾ താങ്കളുടെ തീരുമാനം എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. പക്ഷെ ഞാൻ ജനങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നു, എന്നെപ്പോലെ കളറിന്റെ കാര്യത്തിൽ ഡിപ്രസ് ആയിട്ടുള്ളവർ ആരാണോ അവരും ഇതിനെക്കുറിച്ച് ഒന്നും കെയർ ചെയ്യേണ്ട. കാരണം കളർ കൊണ്ട് ഒന്നും സംഭവിക്കില്ല, നിങ്ങളെ ടാലന്റ് കൊണ്ടേ സംഭവിക്കും. പിന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനകത്താണ് ഉള്ളത്, പുറത്തല്ല. ചോദിക്കൂ സാർ. എന്റെ ചോദ്യം, ബജ്രംഗി ഭായ്ജാനിൽ ഒരു സ്പീച്ച് നൽകിയിരുന്നില്ലേ, അതേപോലെ ഇവിടെ ഒരു സ്പീച്ച് തരണമെന്ന് ആഗ്രഹിക്കുകയാണ്. कराची से अंदरून
क्या कर रहे हैं? साइड में जा भाई। कराची से अंदरून मुल्क के लोग अपने एक बार और ले लूं? हाँ, कराची से अंदरून मुल्क के लोग अपने लोगों से मिलने क्या कर रहा है यार? साइड में हो जाना, गाड़ी निकल जाएगी भाई। कराची से अंदरून मुल्क के लोग अपने लोगों से अरे क्या कर रहा है? गाड़ी निकल जाए, हटना यार। कराची से अंदरून मुल्क के लोग अपने लोगों से मिलने के लिए जा रहे हैं। कैमरामैन कामिल यूसुफ के साथ चांद नवाब। हे भड़वा देखो तो क्या कर ഈ മനോഹരമായ നോട്ടോടുകൂടി ഇന്നത്തെ ഇന്റർവ്യൂ നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ അനുരഞ്ജന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കെ അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് നവാസുദ്ദീൻ സിദ്ദീഖിനോടാണ്. അദ്ദേഹം എങ്ങനെയുള്ള ആർട്ടിസ്റ്റ് ആണെന്ന് വെച്ചാൽ യുവജനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന വ്യക്തിയാണ്. അദ്ദേഹം പല പോരാട്ടങ്ങൾ കടന്നു വന്ന വ്യക്തിയാണ്. ഒന്നല്ല, ഏകദേശം 12 വർഷം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, റിജക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സ്റ്റാറായി മാറി അദ്ദേഹം. ഇന്നത്തെ ആപ്കെ അദാലത്തിൽ ഇന്ത്യൻ ടെലിവിഷൻ അക്കാദമിയുടെ പ്രസിഡന്റ് അനുരഞ്ജന്റെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാം. ബോംബെയിൽ ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അതിൽ താങ്കളെ പോലെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. അവരുടെ കഥ ഏകദേശം ഇതുപോലെയാണ്. ഈവൻ ട്രൂലി സക്സസ്ഫുൾ ആയിട്ടുമുണ്ട്. ഇദ്ദേഹം യങ്സ്റ്റേഴ്സിന് വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ആളാണ്. ബിക്കോസ് രജത് സാർ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്, നവാസുദ്ദീൻ സിദ്ദിഖി ഓർഡിനറി ലുക്കിംഗ് പേഴ്സൺ, ബട്ട് അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഈ ബ്യൂട്ടിയാണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ഇദ്ദേഹം എല്ലാരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബൈ ലുക്കിംഗ് ആൻഡ് ബിലീവിംഗ്. ഇത് നമ്മുടെ കഥയായിരിക്കാം. മാത്രമല്ല, ഇദ്ദേഹം 3 കാന്മാരുടെ കൂടെയും ജോലി ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ചെറിയ ചെറിയ റോൾ, ഇപ്പോൾ അതും കടന്ന് മുന്നിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ അവരുടെ കൂടെ ഈക്വൽ ആയിട്ട് അഭിനയിക്കുന്നു, വിച്ച് ഐ തിങ്ക് ഈസ് വെരി വെരി ബിഗ് തിങ്. ബിക്കോസ് കാൻസിനെ വിട്ടേക്ക്, ഇപ്പൊ സിദ്ദിഖിന്റെ സമയമാണ്. ബിക്കോസ് ലിറ്ററലി ഇറ്റ് ഈസ് ദാറ്റ്. പിന്നെ ആ അരഗൻസ്, ഇറസ്പോൺസിബിലിറ്റി, ഇതെല്ലാം താങ്കൾ പറയുന്നത് പോലെ ഔട്ട് ഓഫ് കോണ്ടാക്ട്സ്. ഇതെല്ലാം നമ്മൾ ഡെയിലി സംസാരിക്കുന്നതും കേൾക്കുന്നതുമാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി വെരി ഹാവ് നൈസ് ടു മീറ്റ് യു. ബിക്കോസ് താങ്കൾക്കുള്ളിലുള്ള ആ കോൺഫിഡൻസ്, ഐ തിങ്ക് ഈ കുട്ടികൾക്കുള്ളിലുള്ള, നിങ്ങൾക്കുള്ളിലുള്ള ആ വിഷ്, ആ ആഗ്രഹങ്ങളെല്ലാം ഒരിക്കലും വിടാൻ പാടില്ല. ഇദ്ദേഹം പറയുന്നത് പോലെ ആ വിശ്വാസത്തോടെ ഇരിക്കണം. നിങ്ങൾ എല്ലാവരും ഇദ്ദേഹത്തെ പോലെ 100% വിജയികളാവും. ഓക്കെ, ഇപ്പൊ എല്ലാവരും ഒരു ഓൺ സ്ക്രീൻ ഹീറോ, നോർമലായിട്ട് കാണിക്കുന്നത്, മുദ്ര കുത്തുന്നത്, ഡാൻസ് ചെയ്യുന്നത്. ഇന്ന് നവാസ് സാർ നമുക്ക് വേണ്ടി ഒരു ഡാൻസ് കളിക്കും. ഇതൊരു ചെറിയ റിക്വസ്റ്റ് ആണ്. എന്താ, സന്തോഷായോ? ഈ വിശ്വാസത്തോടുകൂടി നവാസുദ്ദീൻ സിദ്ദീഖ് ഇതേ കഴിവോടുകൂടി ഇനിയും പ്രശസ്തിയുടെ ഉന്നതങ്ങളിലെത്തും, എന്റർടൈൻമെന്റ് ചെയ്യും, പുതിയ പുതിയ സിനിമകൾ ചെയ്യും. ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, എല്ലാവർക്കും അവരവരുടെ ജോലിയിൽ വേണം ഐഡന്റിറ്റി ലഭിക്കാൻ. പിന്നെ ഞങ്ങളുടെ ആഗ്രഹം അതുതന്നെയാണ്. നവാസുദ്ദീൻ സിദ്ദീഖി അദ്ദേഹത്തിന്റെ പ്രവൃത്തി മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ജയിക്കും. അദ്ദേഹം വലിയ ലെവലിലെത്തും. പിന്നെ വിജയത്തിന്റെ ഉന്നതിയിൽ ഇദ്ദേഹം എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ യാത്ര ഇനിയും തുടരണം, വലിയൊരു സ്റ്റാർ ആകണം. പബ്ലിക്കിന്റെ മനസ്സിൽ ഇദ്ദേഹത്തിന് എപ്പോഴും സ്ഥാനം വേണമെന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.